ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ദ ഫിലോസഫി ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ യൂണിറ്റ് തന്നെയാണ് എടുക്കുന്നത്. അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള സെക്കുലറിസം എന്നുള്ള ടോപ്പിക്ക് എടുക്കാൻ പോകുന്നത്. സെക്കുലറിസത്തിൻ്റെ മലയാളം എന്താണ്? മതനിരപേക്ഷത. അതായത് മതം എന്നുള്ളതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത എന്നാൽ അതിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു രീതി, അതാണ് മതനിരപേക്ഷത അല്ലെങ്കിൽ സെക്കുലറിസം. സെക്കുലർ ആണ്, നമ്മളെല്ലാവരും ഒരു ഈക്വൽ ആണ് എന്നുള്ള മീനിങ് ആണ്. Secular states usually consider religion as a private matter, so it is not given any recognition, public or official. അതായത് സെക്കുലർ സ്റ്റേറ്റിന് എക്സാമ്പിൾ ഏതാണ്? ഇന്ത്യ അല്ലേ? ഇന്ത്യയിൽ ഇന്ന മതം എന്നില്ല, എല്ലാ മതങ്ങളും ഒരേപോലെയാണ് ആക്സെപ്റ്റ് ചെയ്യുന്നതും എന്ത് ചെയ്യുന്നത്, ട്രീറ്റ് ചെയ്യുന്നതും. സോ അപ്പൊ അതൊരു പ്രൈവറ്റ് മാറ്റർ ആണ്. അപ്പൊ സെക്കുലർ സ്റ്റേറ്റിൽ റിലീജിയൻ എന്നുള്ളത് ഒരു പ്രൈവറ്റ് മാറ്റർ ആണ്. പ്രൈവറ്റ് മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് വിശ്വസിക്കണോ വേണ്ടയോ എന്നുള്ളത്. അല്ലാണ്ട് ഗവൺമെന്റ് അതിൽ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. ഗവൺമെന്റ് ഡ്യൂട്ടി എന്താണ്? അവിടുത്തെ ജനങ്ങളുടെ കാര്യങ്ങൾ നോക്കാന്നേ ഉള്ളൂ. അത് ഹിന്ദു ആണോ മുസ്ലിം ആണോ ക്രിസ്ത്യൻ ആണോ നോക്കിയിട്ട് അല്ല. സോ ഇറ്റ് ഈസ് നോട്ട് ഗിവൺ എനി റെക്കഗ്നിഷൻ. അതുകൊണ്ട് തന്നെ ഇതിന് ഒരു പ്രത്യേക ഒരു കൺസിഡറേഷനോ ഒരു റെക്കഗ്നിഷനോ ഒന്നുമില്ല. ആൻഡ് പബ്ലിക് ഓർ ഒഫീഷ്യൽ, അതൊരിപ്പോൾ പബ്ലിക് മാറ്റർ ആയാലും ഒഫീഷ്യൽ കാര്യങ്ങളിലായാലും ഈ മതത്തിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടാവില്ല. The Western idea of secularism means a separation of state and religion in order to protect individual freedom and rights of a citizen. അപ്പോൾ സെപ്പറേറ്റ്, ഇപ്പോൾ വെസ്റ്റേൺ ഐഡിയ, ഇതിനെക്കുറിച്ചുള്ള ഒരു വിദേശ അല്ലെങ്കിൽ വെസ്റ്റേൺ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് സ്റ്റേറ്റുകൾ തന്നെ റിലീജിയന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇതാക്കിയിട്ടുണ്ടാവും. അത് മാത്രമല്ല, എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വ്യക്തിയുടെയും സ്വാതന്ത്ര്യം പ്രൊട്ടക്ട് ചെയ്യാനാണെന്നാണ് പറയുന്നത്. അതുപോലെ റൈറ്റ്സും. In political theory, the term mutual exclusion means that the state and religion must keep away from the internal affairs of each other. In other words, the state should not interfere in the affairs of a religion, and a religion should not interfere the internal affairs of a state. അപ്പോൾ പൊളിറ്റിക്കൽ തിയറി എന്നുള്ള രാഷ്ട്രീയ സിദ്ധാന്തം എന്നുള്ള ആ ഒരു ഇതില്, ആ തിയറിയിൽ മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം പറയുന്നുണ്ട്. മ്യൂച്വൽ എക്സ്ക്ലൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് ഒരിക്കലും മതത്തിന്റെ കാര്യങ്ങളിൽ ഇടപെടരുത്. അതുപോലെ മതം ഒരിക്കലും അവിടുത്തെ ഗവൺമെന്റിന്റെ കാര്യത്തിലും ഇടപെടാൻ പാടില്ല. ക്ലിയർ? ഇതാണ് പറയുന്നത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർഫിയർ ചെയ്യാൻ പാടില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു മതം ഉണ്ടെന്ന് വിചാരിക്കുക, ഏതെങ്കിലും ഒരു റിലീജിയൻ, എക്സ് എന്നുള്ള ഒരു റിലീജിയൻ എന്ത് ചെയ്യുന്നു, വൈ എന്നുള്ള ഒരു ഗവൺമെന്റ്, ആ ഗവൺമെന്റ് എല്ലാ കാര്യത്തിലും എക്സ് ഇടപെടുന്നു. എക്സ് പറയുന്നു ഞങ്ങൾക്ക് ഇന്ന കാര്യം ഞങ്ങളുടെ മതത്തിന് വേണ്ടി ചെയ്യണം, ഇന്ന കാര്യങ്ങൾ ഞങ്ങൾ പറയുന്ന കാര്യം നിങ്ങൾ കേൾക്കണം, ഇങ്ങനെയൊക്കെ പറയും. അപ്പൊ അതെന്ത് ചെയ്യും? അത് ചെയ്യാൻ പാടില്ല. ഓക്കെ, അങ്ങനെ ഇന്റർഫിയർ ചെയ്യാൻ പാടില്ല. അതുപോലെ വൈ എക്സിന്റെ കാര്യത്തിൽ ഇടപെടാൻ പാടില്ല. ക്ലിയർ? ഇതാണ് ഈ പറയുന്ന മ്യൂച്വൽ എക്സ്ക്ലൂഷൻ തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്നുള്ള ടേം കൊണ്ട് പൊളിറ്റിക്കൽ തിയറിയിൽ ഉദ്ദേശിക്കുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാൻ പാടില്ല, ഇന്റർഫിയർ ചെയ്യാൻ പാടില്ല, ഇടപെടാൻ വേണ്ടി പാടില്ല. The strict separation of one from other is safeguard the freedom of the individual. If states support organized religion, they become more powerful. When the religious authorities start dictating how the individual should pray, the individual can approach the state to protect his religious freedom. But if the state is supporting a particular religion, then cannot be accept the any help from the state. This is the reason why the state should not encourage the religious organization. അപ്പോൾ അതിനൊരു ഇവിടെ മ്യൂച്വൽ എക്സ്ക്ലൂഷൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഇവിടെ തരികയാണ്. അതായത് നിങ്ങളൊരു വ്യക്തി, നിങ്ങൾ എന്ത് പ്രാർത്ഥിക്കണം, നിങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് തീരുമാനിക്കുന്നത് ആ റിലീജിയൻ ആണെന്ന് വിചാരിക്കുക. ഏതെങ്കിലും ഒരു റിലീജിയൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കാനേ പാടുള്ളൂ എന്ന് പറയുന്നു. അപ്പൊ അതെന്താണ്? അത് വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള ഒരു കടന്നുകയറ്റാണ് അല്ലെ? നമ്മൾക്ക് ഇഷ്ടമുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രാർത്ഥിക്കുകയും വിശ്വസിക്കുകയും ചെയ്യേണ്ടത്. അപ്പോ എന്താവാ, നമുക്ക് ഇങ്ങനെയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നുണ്ട്, ഞങ്ങളോട് ഇങ്ങനെ പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സ്റ്റേറ്റിനെ സമീപിക്കാം. അതായത് ഗവൺമെന്റിനെ സമീപിച്ച് അതിൽ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള വിശ്വാസം ഉൾക്കൊള്ളാനുള്ള അധികാരം ലഭിക്കുകയാണ്. ഓക്കെ, അതിപ്പോ സെയിം ടൈം ഒരു സ്റ്റേറ്റ് തന്നെ അവരെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇത് നടക്കില്ല. കാരണം സ്റ്റേറ്റും കൂടി പറയും എന്താണ്, നിങ്ങൾ അതിനെ ഓക്കെ നിങ്ങൾ അത് വിശ്വസിച്ചോളൂ, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതവിടെ തീർന്നു. ക്ലിയർ? ഇതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്.
In India, circumstances are totally different. So the framers of the constitution had to work out another way of implementing secularism. They had to defer the Western secularism on different heads. അപ്പോൾ എന്താണ് ഈ കൺസെപ്റ്റ് കുറച്ചും കൂടി എന്താണ് ഡിഫിക്കൾട്ട് ആണ് അല്ലേ, കുറച്ചും കൂടി ഡിഫറെന്റും ആണ്. ഇപ്പൊ മറ്റ് രാജ്യങ്ങളിലെ പോലെയല്ല ഇന്ത്യയുടെ കാര്യം. ഇന്ത്യയിൽ പല മതങ്ങളുണ്ട്, പല വിശ്വാസികളുണ്ട്, പല രീതികളാണ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ അതിനനുസരിച്ച് എന്ത് ചെയ്യണം, കോൺസ്റ്റിറ്റ്യൂഷനിൽ അതിനനുസരിച്ചുള്ള നിയമങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കണം. അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു, കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്ത ആൾക്കാർ ഒരു ഡിഫറെന്റ് ഹെഡിലൂടെ, അതായത് ഫ്രീഡം ഓഫ് റിലീജിയൻ എന്നുള്ളത് രണ്ട് രീതിയിലായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടാണ് പറയുന്നത്. ഒന്നെന്ന് പറയുന്നത് ഫ്രീഡം ഓഫ് റിലീജിയസ് കമ്മ്യൂണിറ്റീസ് ആൻഡ് ദ ഫ്രീഡം ഓഫ് റിലീജിയസ് ഓഫ് ഇൻഡിവിജ്വൽ. അതായത് ഫ്രീഡം ഓഫ് റിലീജിയൻ ഓഫ് കമ്മ്യൂണിറ്റീസ്, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ മതവിശ്വാസത്തിന്റെ സ്വാതന്ത്ര്യ വിഷയവും, പിന്നൊന്ന് പറയുന്നത് ഓരോ ഇൻഡിവിജ്വലിന്റെ മതത്തിലുള്ള ഫ്രീഡം. ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. അതിൽ റൈറ്റ്സ് ഓഫ് റിലീജിയസ് ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഫ്രെയിമേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ റിയലൈസ് ദാറ്റ് ദ ഇന്റർ community equality was a necessary as equality between individuals. An individual's freedom and self-respect depend on the status of his or her community. If one community dominated on other community, the members of the former would consider themselves as superior and others are superior. If the communities are equal, having no domination, members also enjoy the equal dignity, self-respect and freedom. In this way, our constitution provides rights to all religious communities to establish and maintain their educational institutions. For us Indians, the freedom of religion means freedom of religious communities and freedom of religious individuals. അതായത് ഒരു ഗ്രൂപ്പുകൾ അല്ലെ, ഒരു മതത്തിന്റെ അകത്ത് തന്നെ പല ഗ്രൂപ്പുകൾ ഉണ്ടാവും അല്ലെ, അതിൽ തന്നെ സബ് കാസ്റ്റുകളായിട്ടും ഇങ്ങനെ പല ഗ്രൂപ്പുകൾ ഉണ്ടാവും. ആ ഗ്രൂപ്പിലുള്ള ഒരു വിശ്വാസിന്റെ എന്താണ് അഭിമാനം എന്ന് പറയുന്നത് ആ ഗ്രൂപ്പിൽ നിൽക്കുന്നതായിരിക്കും അല്ലെ. ആ ഗ്രൂപ്പിന് എന്തും ചെയ്യാനുള്ള ഒരു അവകാശം കിട്ടുകയാണ്. അവർക്ക് ഉത്സവം നടത്താനോ അല്ലെങ്കിൽ ഒരു എന്താണ് പ്രെയർ നടത്താനോ എല്ലാത്തിനും അവകാശം കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ഫ്രീഡം എന്ത് ചെയ്യും, ആ ഗ്രൂപ്പിലുള്ള ഓരോരുത്തർക്കും ഈക്വൽ ഫ്രീഡം കിട്ടും അല്ലെ. ഒരു സെപ്പറേറ്റ് ഗ്രൂപ്പിലുള്ള എ എന്നുള്ളൊരു പാർട്ടി, അതിൻ്റെ അകത്ത് ബി സി ഡി അങ്ങനെ പല ഗ്രൂപ്പുകളുണ്ടാവും. ആ ഗ്രൂപ്പുകളിൽ തന്നെ ഒരു ഗഗ്രൂപ്പിലെ എല്ലാവരും ഒരേപോലെ വിശ്വസിക്കുകയും ഒരേപോലെ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, ആ ഗ്രൂപ്പിന് ഒരു പ്രത്യേക അധികാരം, ഇല്ലെങ്കിൽ അധികാരമല്ല, ഒരു കൈൻഡ് ഓഫ് എന്താണ് ഫ്രീഡം ലഭിക്കുകയാണ്, ഒരു ഈക്വാലിറ്റി ലഭിക്കുകയാണ്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ രണ്ട് രീതിയിലുണ്ടെന്ന് പറഞ്ഞു, ഒന്ന് ഇൻഡിവിജ്വലും കമ്മ്യൂണിറ്റീസും. ഇനി എന്താണ് ഇൻഡിവിജ്വൽ ഫ്രീഡം എന്ന് പറയുന്നത് നോക്കാം. ഇൻഡിവിജ്വൽ ഫ്രീഡത്തിനും ഈ നേരത്തെ പറഞ്ഞ തന്നെയാണ് ഇൻഡിവിജ്വൽ ഫ്രീഡം. അതിന്റെ കൂടെ നമ്മൾ പറഞ്ഞില്ലേ, അതായത് ഓരോ വ്യക്തിക്കും സ്വാതന്ത്ര്യം കിട്ടുന്നുണ്ട്, അതുപോലെ ആ ഗ്രൂപ്പിന്റെ അകത്തും സ്വാതന്ത്ര്യം കിട്ടുന്നുണ്ട്. അതാണ് ഗ്രൂപ്പ് എന്നുള്ള ഒരു കൺസെപ്റ്റും ഇൻഡിവിജ്വൽ എന്നുള്ള കാര്യം. അടുത്തത് സ്റ്റേറ്റ്സ് പവർ ഓഫ് ഇന്റർവെൻഷൻസ്. സ്റ്റേറ്റ്സ് പവർ ഓഫ് ഇന്റർവെൻഷൻ എന്ന് പറയുന്നത് സെക്യുലറിസത്തിൽ തന്നെയാണ്. ആദ്യത്തത് റിലീജിയസ് ഫ്രീഡം എന്നുള്ളത്, രണ്ടാമത്തത് സ്റ്റേറ്റ്സ് പവർ ഇന്റർവെൻഷൻ എന്നുള്ളതാണ്. In India, separation does not mean mutual exclusion. There is existed in India religiously sanctioned customs like untouchability and child marriage, which took away from the people their dignity and self-respect. So the state had to intervene the religious practices. In fact, the state through its intervention is helping individuals in the religious communities to enjoy complete freedom. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്താന്ന് പറഞ്ഞു അല്ലെ. മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്താണ്, സ്റ്റേറ്റ് റിലീജിയന്റെ കാര്യത്തിലോ റിലീജിയൻ ഒരിക്കലും സ്റ്റേറ്റിന്റെ കാര്യത്തിൽ ഇടപെടാൻ പാടില്ല എന്നായിരുന്നു. പക്ഷെ അത് എല്ലാ സമയത്തും ഇല്ല. എന്നാൽ ചില കാര്യങ്ങളിൽ സ്റ്റേറ്റ് പവർ ഉപയോഗിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ റിലീജിയന്റെ ഭാഗമായിട്ടാണ് അൺടച്ചബിലിറ്റി, അതുപോലെ ചൈൽഡ് മാരേജ്, അതുപോലെ സതി തുടങ്ങിയ ആചാരങ്ങളൊക്കെ ഇന്ത്യയിൽ നിലനിന്നിരുന്നത്. അത് മതത്തിന്റെ പേര് പറഞ്ഞിട്ടാണ് അത് നടത്തിക്കൊണ്ടിരുന്നത് അല്ലെ. അന്ധവിശ്വാസങ്ങള്, ഇങ്ങനെ ബ്ലാക്ക് മാജിക്, ഇതൊക്കെ റിലീജിയന്റെ ബേസിസിലാണ്. അപ്പൊ ഇത് സ്റ്റോപ്പ് ചെയ്യാൻ ആര് തന്നെ മുന്നിട്ടിറങ്ങണം? ഗവൺമെന്റ് തന്നെ മുന്നിട്ടിറങ്ങണം. അതാണ് ഇവിടെ ഗവൺമെന്റിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അൺടച്ചബിലിറ്റി, അതുപോലെ സതി,
തുടങ്ങിയ ആചാരങ്ങൾ, ചൈൽഡ് മാരേജ്, ഇതൊക്കെ ജനങ്ങളിൽ നിന്ന് മാറ്റി അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തത് ഈ മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്നുള്ള കാര്യത്തിന്റെ ഒപ്പം തന്നെ വരുന്ന കാര്യമാണ്. ഇനി നമുക്ക് കുറച്ച് ഫീച്ചേഴ്സ് പറയാം, കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫീച്ചേഴ്സ്. ദീസ് ആർ ദി കോ ഫീച്ചേഴ്സ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ മെൻഷൻഡ് ഹിയർ ആർ ഗ്രേറ്റ് അച്ചീവ്മെന്റ് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. ഒരു കോൺസ്റ്റിറ്റ്യൂഷന്റെ വിജയം എന്ന് പറയുന്നത് ഈ പ്രത്യേകതകൾ കൊണ്ട് തന്നെയാണ്. എന്തൊക്കെയാണ് ആ പ്രത്യേകതകൾ നോക്കാം. അവർ കോൺസ്റ്റിറ്റ്യൂഷൻ സ്ട്രെങ്തൻസ് ആൻഡ് റീഇൻവെന്റ്സ് ലിബറൽ ഇൻഡിവിജ്വലിസം. ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ് ഇസ് ഇൻ എ society where the community values are often hostile to individual freedom. Second one, our constitution upholds social justice without compromising on individual freedom. Just have a look at a case in USA where positive action program started after 1964 civil rights movement, while India had it done 2 decades before. Our constitution upholds group rights with regard to different cultures. Our constitution makers could foresee some of the challenges it would face in the future. Today, we are happily referring a multiculturalism and constituting several cultural and ethnic groups in a society. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഈ പറയുന്ന ലിബറൽ ഇൻഡിവിജ്വലിസം, അതായത് ഇൻഡിവിജ്വൽ ഫ്രീഡം എന്നുള്ള കാര്യം വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട്, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ അതുവഴി കോൺസ്റ്റിറ്റ്യൂഷൻ സ്ട്രെങ്തൻ ആവുന്നു എന്നാണ് പറയുന്നത്. രണ്ടാമത്തത്, കോൺസ്റ്റിറ്റ്യൂഷൻ അപ്ഹോൾഡ് സോഷ്യൽ ജസ്റ്റിസ് വിത്തൗട്ട് കോംപ്രമൈസിങ് ഓൺ ഇൻഡിവിജ്വൽ ഫ്രീഡം. അതായത് സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹ്യ നീതി, എല്ലാവർക്കും നീതി ലഭിക്കണം എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ. നീതി ലഭിക്കുന്നുണ്ടോ? ലഭിക്കുന്നുണ്ട്. എല്ലാ രീതിയിലും നോക്കിക്കഴിഞ്ഞാൽ നീതി ലഭിച്ചില്ല എന്നുള്ള പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ നീതി എന്നുള്ള കാര്യം, ജസ്റ്റിസ് എല്ലാവർക്കും കിട്ടുന്നുണ്ട്. അതൊരിക്കലും വ്യക്തി സ്വാതന്ത്ര്യത്തെ കൈവിട്ടുകൊണ്ടല്ല. ഇൻഡിവിജ്വൽ ഫ്രീഡം ഈക്വൽ ടു ജസ്റ്റിസ്, അത് രണ്ടും ഒരേപോലെ കൊണ്ടുപോകാൻ വേണ്ടി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ശ്രമിക്കുന്നുണ്ട്. അത് എന്ന് പറയുന്നത് നമ്മൾ US-ലൊക്കെ 1964 ഇങ്ങനൊരു നിയമം തന്നെ വരുന്നത്. പക്ഷെ ഇന്ത്യയിൽ 1950 തന്നെ ഈ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. സോ സോഷ്യൽ ജസ്റ്റിസ് മുന്നിട്ട് കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഡിവിജ്വൽ ഫ്രീഡവും ഒരേപോലെ കൊണ്ടുപോകുന്നു എന്നാണ് പറയുന്നത്. അടുത്ത പോയിന്റ്, അപ്ഹോൾഡ്സ് ഗ്രൂപ്പ് റൈറ്റ്സ് വിത്ത് റിഗാർഡ് ടു ഡിഫറെന്റ് കൾച്ചേഴ്സ്. അതായത് നമ്മുടെ രാജ്യത്ത് പലതരത്തിലുള്ള കൾച്ചേഴ്സ് ഉണ്ട്, കമ്മ്യൂണിറ്റീസ് ഉണ്ട്, ഗ്രൂപ്പ് ഉണ്ട്, കാസ്റ്റ് ഉണ്ട്, റിലീജിയൻസ് ഉണ്ട്. പക്ഷെ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഒന്നിനെയും വേദനിപ്പിക്കാതെ എല്ലാത്തിനും ഒരുമിച്ച് കൊണ്ടുപോകാൻ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള കാര്യങ്ങൾ വളരെയധികം സഹായിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ വളരെ ഹാപ്പി ആയിട്ട് നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നുണ്ട്. ഒരിക്കലും ഒന്നിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, എല്ലാത്തിനും ഒരേപോലെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അടുത്തതെന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഫ്രാഞ്ചൈസ്, യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ്. അതായത് there are two more features would counted as achievement of our constitution. Our constitution provides universal franchise, the right of all adults including women to vote political elections. This is really great achievement for India, especially when see some democracy granted right to vote to women and a working class only recently. അതായത് നമ്മുടെ രാജ്യത്തുള്ള ജനാധിപത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമാണ്. ഇപ്പൊ 18 വയസ്സ് പൂർത്തിയായ ആണിനും പെണ്ണിനും, പിന്നെന്താണ്, വയ്യാത്തവർക്കും വയസ്സായവർക്കും ട്രാൻസ്ജെൻഡേഴ്സിനും എല്ലാം വോട്ടവകാശം ഉണ്ടല്ലേ. ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാവർക്കും 18 വയസ്സ് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ പബ്ലിക് ഇലക്ഷനിൽ, അതായത് പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ ഇലക്ഷനിൽ പങ്കെടുക്കാനുള്ള അധികാരമുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള വിശ്വസിക്കാനുള്ള അധികാരമുണ്ട്. ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ തരുന്ന, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തരുന്ന വലിയൊരു അധികാരമാണ്. അവിടെ പുവർ ആണോ, റിച്ച് ആണോ, ബാക്ക്വേർഡ് ആണോ, അതോ ജനറൽ ക്ലാസ് ആണോ, അങ്ങനെ ഒരു വ്യത്യാസം ഇല്ല. ഓക്കെ, ഇത് പല രാജ്യങ്ങളിലും നടന്നത് വളരെ റീസെന്റ് ആയിട്ടാണ്. പക്ഷെ ഇന്ത്യയിൽ സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് മുതൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അഡൾട്ട് ഫ്രാഞ്ചൈസ് എന്നുള്ള കാര്യത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, ഇനി പറയേണ്ടത് ഫെഡറലിസം. ഫെഡറലിസം എന്താണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, നമ്മളൊരു ചാപ്റ്റർ മൊത്തം പഠിച്ചാണ്. Our constitution is a federal in nature. Introduction of Articles 370 and 371 actually anticipated the idea of asymmetric federalism. American federalism is symmetric, whereas our federalism is asymmetric. To meet the special needs of some units, the Constitution has given special status. Under 370, autonomy of Jammu Kashmir is safeguarded. In Article 371A,
Nagaland enjoys special status. Under this article, Nagaland pre-existing laws are protected within the state. ഫെഡറലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രാജ്യത്ത് 2 ടൈപ്പ് ഗവൺമെന്റ് ഉണ്ടാവും, സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും. അതുവഴി എല്ലാ കാര്യങ്ങളിലും ജനങ്ങളിൽ വളരെ സ്മൂത്ത് ആയിട്ട് എത്തുന്നതാണ് പറയുന്നത്. പക്ഷെ അതിന്റെ കൂടെ തന്നെ ആർട്ടിക്കിൾ 370, 371 എന്നുള്ള 2 ആർട്ടിക്കിൾ ഉണ്ട് അല്ലെ. അതിപ്പോ അമെന്റ്മെന്റ് ചെയ്തു. ഇപ്പൊ ജമ്മു കാശ്മീരിന് പ്രത്യേക അധികാരമൊന്നുമില്ല. എന്നാലും അങ്ങനെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അതൊരു അസിമെട്രിക് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അടുത്തത് നാഷണൽ ഐഡന്റിറ്റി. India retains her regional identity as well as national identity. This does not cause any conflict with the distinct religious or linguistic identity. All these different identities are balanced. At the same time, preference is given to the common identity. There was a demand for a separate electorates based on religious identity. After heated discussions and debates, it was rejected because the separate electorates based on the religion would endanger a healthy national life. Our constitution aimed at evolving true fraternity, and an idea by Dr. Ambedkar, Sardar Patel was also obsessed with the concept of one community. അതായത് നമ്മുടെ രാജ്യത്ത് ഇന്ത്യ എന്നുള്ള വികാരം കൊള്ളുമ്പോൾ ആ നാഷണലിസം അല്ലെ, നമുക്ക് ഭാരതം ഇന്ത്യ എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു 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 എന്താണ് ഒത്തൊരുമയുണ്ട് അല്ലെ. നമുക്ക് നമ്മുടെ രാജ്യത്തിനൊരു പ്രശ്നം വരുമ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കും. ഇത് തന്നെയാണ് ഈ നാഷണൽ ഐഡന്റിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ എന്തെങ്കിലും ഒരു ഫോം ഫില്ല് ചെയ്യാൻ പോകുമ്പോൾ അവിടെ ഇന്ത്യൻ എന്നുള്ള നാഷണാലിറ്റി ചോദിക്കും. അപ്പൊ ഇന്ത്യൻ എന്നുള്ളത് ഒരു ഐഡന്റിറ്റി ആണ് അല്ലെ. നമ്മളിപ്പോ ഔട്ട് ഓഫ് ഇന്ത്യ പോവുകയാണെങ്കിൽ നമ്മളൊരു ഇന്ത്യൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു വളരെ അഭിമാനവും എന്താണ് ഒരു റെസ്പെക്ട് ഫീലാണ്. സോ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇതിന്റെ ഇടയിൽ. ഒരു പ്രത്യേക എന്താണ് ഐഡന്റിറ്റി വേണം രാജ്യത്തിന്റെ അകത്ത് തന്നെ, സെപ്പറേറ്റ് ഞങ്ങൾ ഇന്ന റിലീജിയസ് ആണ് എന്നുള്ള ഒരു ഐഡന്റിറ്റി വേണം എന്നൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുമ്പോൾ തന്നെ ഇന്ത്യൻ വി പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി പറയാനുള്ളത് പ്രൊസീജിയറൽ അച്ചീവ്മെന്റ്സ് ആണ്, അതായത് നടപടിക്രമങ്ങൾ കൊണ്ടുള്ള നേട്ടങ്ങൾ. ഇത്രയും സമയം നമ്മൾ പറഞ്ഞ ഒരു കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ജനറൽ ആയിട്ടുള്ള വാട്ട് ആർ ദി അച്ചീവ്മെന്റ്സ് എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അതിലേക്കാണ് നമ്മൾ എന്തൊക്കെ പറഞ്ഞത്? സോഷ്യൽ ജസ്റ്റിസ്, ഇൻഡിവിജ്വൽ ഫ്രീഡം, അതുപോലെ ഫെഡറലിസം, സെക്യുലറിസം, റൈറ്റ്സ് ടു റിലീജിയസ് ഗ്രൂപ്പ്സ്, റെസ്പെക്ട് ഫോർ ഡൈവേഴ്സിറ്റി ആൻഡ് മൈനോറിറ്റി റൈറ്റ്സ്, നാഷണൽ ഐഡന്റിറ്റി, യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ് ഒക്കെ പറഞ്ഞു. അടുത്തത് ഈ നടപടിക്രമങ്ങൾ കൊണ്ടുള്ള നേട്ടങ്ങളാണ് പറയുന്നത്. 2 കാര്യങ്ങളാണ് ഇവിടെ പഠിക്കാനുള്ളത്. The constitution had a faith in real political debates. Not every group was given representation in constituent assembly. The members of assembly wanted to be open-ended so that the people could modify their existing preferences. It shows the makers of our constitution recognized creative value in different and disagreement. അതായത് ഈ കാര്യം എന്ന് പറയുന്നത് നടപടികൾ, നമ്മളിപ്പോൾ ഒരു പുതിയ അമെന്റ്മെന്റ് ഉണ്ടാക്കുകയാണ്, ഇല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും കാര്യം ചെയ്യുകയാണെന്ന് വിചാരിച്ചോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എല്ലാ സമയവും എല്ലാ പാർട്ടികൾക്കും അതിൽ പങ്കെടുക്കാൻ പറ്റിയെന്ന് വരില്ല. കാരണം എന്താണ്, ഓരോ ഇലക്ഷനിൽ ഇപ്പോൾ 10 പാർട്ടി ഉണ്ടെങ്കിൽ ചിലപ്പോൾ 5 പാർട്ടി മാത്രമായിരിക്കും ആ ഒരു പാർലമെന്റിൽ പോകുന്നുണ്ടാവുക. ബാക്കി 5 പാർട്ടിയിൽ വോട്ട് ചെയ്ത ആൾക്കാരുടെ അഭിപ്രായം ഇവിടെ എന്താവാണ്, ഒരു വാല്യൂ കിട്ടാണ്ട് പോവാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നടപടിക്രമത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സർവകക്ഷി സഭ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അതായത് എന്തെങ്കിലും ഒരു ജനങ്ങളുടെ ഇൻട്രസ്റ്റ് വരുന്ന കാര്യത്തിൽ അവിടെയുള്ള എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിനെയും വിളിച്ചിട്ട് ഒരു സർവകക്ഷി യോഗം വിളിക്കും. അതിൽ ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് എല്ലാ പാർട്ടീസിന്റെ ഒപ്പീനിയൻ നോക്കിയിട്ടാണ് തീരുമാനം എടുക്കുക. അപ്പൊ ഇതൊരു നല്ല കാര്യമല്ലേ? ഒരു പ്രൊസീജിയറിൽ എല്ലാ ആളുകളുടെയും അഭിപ്രായങ്ങളും അവിടെ ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റും. The second procedural achievement of our constitution is the spirit of compromise and accommodation. At times compromises are very good and advisable. There are bad compromises. If something is done purely self-interested, and the compromise is definitely bad. But if compromise between 2 equals is made after open deliberation and a discussion, so the compromise is good. When a new idea or a concept or a solution to a problem is being discussed, we cannot arrive at it through majority. What it needed is more consensus rather than the majority. Give and take becomes more important in such contest.
അതായത് അടുത്തതെന്ന് പറയുന്നത് ഒന്നിനെ ഉൾക്കൊള്ളാനും തള്ളിക്കളയാനുള്ള ഒരു മനോഭാവം കാണിക്കുക. ഇപ്പൊ ഒരു തീരുമാനം എടുത്തു, അതെല്ലാവരും ആക്സെപ്റ്റ് ചെയ്യണമെന്നൊന്നുമില്ല. അതുപോലെ ചിലപ്പോൾ കുറച്ച് കോംപ്രമൈസസ് ഒക്കെ വേണ്ടി വരും, അല്ലെ? അപ്പൊ അത് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്നാണ് പറയുന്നത്. അതാണ് പ്രൊസീജിയർ എന്താണ് അച്ചീവ്മെന്റ്സിൽ പറയാനുള്ള വേറൊരു കാര്യം.